ഓസ്ട്രേലിയയിൽ സ്കൂളുകൾക്ക് മുന്നറിയിപ്പുമായി ഓൺലൈൻ സുരക്ഷാ ഏജൻസിയായ ഇ സേഫ്റ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് AI ഡീപ് ഫേക്കുകൾ നിർമ്മിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓസ്ട്രേലിയയിൽ സ്കൂളുകളുടെ സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി ഇ സേഫ്റ്റി മുന്നറിയിപ്പ്. സ്കൂളുകൾ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലും വെബ്സൈറ്റുകളിലും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളാണ് ഓൺലൈൻ വേട്ടക്കാർ ദുരുപയോഗം ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ ഓൺലൈൻ വാച്ച്ഡോഗായ ഇ സേഫ്റ്റിയാണ് സ്കൂളുകൾക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 18 മാസത്തിനിടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ വൻ വർധനവുണ്ടായതായി ഇ സേഫ്റ്റി വ്യക്തമാക്കി. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം അധ്യാപകരെയും സ്കൂൾ ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള അജ്ഞാത അക്കൌണ്ടുകളെക്കുറിച്ച് 100-ലധികം പരാതികളാണ് ലഭിച്ചത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഹെഡ്ഷോട്ടുകളും മറ്റു ചിത്രങ്ങളും ഉപയോഗിച്ച് AI നിർമ്മിത നൃത്ത വീഡിയോകൾ, മുഖം മാറ്റിയ ചിത്രങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ, അപകീർത്തികരമായ മീമുകൾ എന്നിവ നിർമ്മിച്ച് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുന്നതാണ് പുതിയ പ്രവണത. ഇതിൽ ഭൂരിഭാഗം ചിത്രങ്ങളും സ്കൂളുകളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ശേഖരിച്ചവയാണെന്ന് ഇ സേഫ്റ്റി കമ്മീഷണർ ജൂലി ഇൻമൻ ഗ്രാന്റ് വ്യക്തമാക്കി. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരം ഡീപ് ഫേക്ക് ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഗൌരവകരമായ സാഹചര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ചിത്രങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനായി സ്കൂളുകൾക്കായി ഇ സേഫ്റ്റി പുതിയ സുരക്ഷാ ഗൈഡ് പുറത്തിറക്കി. ചിത്രങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്കൂളുകൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൃത്യമായ സമ്മതം വാങ്ങുക, ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നവരുടെ പരിധി നിശ്ചയിക്കുകയും സ്വകാര്യതാ ക്രമീകരണങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുക എന്നിവ അവയിൽ ചിലതാണ്. AI വഴി സൃഷ്ടിക്കുന്ന ദോഷകരമായ ഡീപ് ഫേക്കുകളും മറ്റും കണ്ടെത്തി നീക്കം ചെയ്യാൻ ടെക് കമ്പനികൾക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. പെനീന മാത്യു, 24, ഓസ്ട്രേലിയ.